കിട്ടുന്ന അഭിഷേകത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നമ്മൾ കരയേണ്ടി വരും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? കർത്താവ് നിന്നെ ചത്ത് ചതഞ്ഞ് ഉണങ്ങി വരണ്ട പോലെ ഇരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ആണോ? അല്ലെന്ന്. വിശപ്പുണ്ടാവണം, ദാഹമുണ്ടാവണം, ആഗ്രഹമുണ്ടാകണം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഇപ്പൊ കിട്ടുന്ന അഭിഷേകത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നമ്മൾ കരയേണ്ടി വരും. നമ്മൾ ഏത് വിഷയങ്ങളിലാണ് ഭാരപ്പെട്ടത്? ഏത് വിഷയത്തിലാണ് നമ്മൾ സങ്കടപ്പെട്ടത്? ഏത് വിഷയത്തിലാണ് ഓർത്തോർ ദുഃഖിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ ചെയ്ത കാര്യങ്ങളിലാണ് നമുക്ക് തെറ്റുപറ്റിയത്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ നമ്മൾ കടന്നുപോയ ഓരോതും നമുക്ക് പിന്നീട് ഭാരമായിട്ട് മാറി. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് പുതിയ അഭിഷേകം പറഞ്ഞു കൊടുത്തേ. പുതിയ അഭിഷേകം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അവസരത്തില് ഞാൻ ചോദിച്ചോട്ടെ, ഈ അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? കേട്ടില്ല. സത്യം പറ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഒച്ചത്തിൽ പറ, ഉണ്ടോ? വിശപ്പുണ്ടെങ്കിലേ ദൈവം തരൂ, ആഗ്രഹം ഉണ്ടെങ്കിലേ ദൈവം തരൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ എന്നാ പറ്റും? ഇങ്ങനെ ചത്ത് ചതഞ്ഞ് മരവിച്ച് ഇങ്ങനെ ഇരിക്കും. അത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? ചിലരൊക്കെ ധ്യാനത്തിന് വരുമ്പം പറയും, അച്ഛാ, ഓ എന്നാ ജീവിത അച്ഛാ, എന്നാ ജീവിത, പിന്നെ അങ്ങനെ ജീവിക്കുന്നു, ഒരു സന്തോഷമില്ല അച്ഛാ, ഒരു സന്തോഷമില്ല, ചത്ത് ചതഞ്ഞിരിക്കുന്നു. കർത്താവ് നിന്നെ ചത്ത് ചതഞ്ഞ് ഉണങ്ങി വരണ്ട പോലെ ഇരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ആണോ? അല്ലെന്ന്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ എന്നെ കേൾക്കുന്ന ചിലർ ചിന്തിക്കും, എനിക്ക് പ്രായമായാച്ചാ, ഇനി എന്നാ അഭിഷേകം, ഇനി എന്നാ വിശപ്പ, എന്നാ ആഗ്രഹ. എന്റെ സഹോദര സഹോദരി, നിനക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടെങ്കിലും, നിന്റെ ജീവിതം എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു. നല്ല കയ്യടി കർത്താവായി ചോദിച്ചു കൊടുത്തേ. പോരാ, കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നമ്മളെ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുന്നു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 53-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 53, 53-ാം തിരുവചനം. ലൂക്കാസ് വിശേഷം 1:53. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. കേട്ടോ? വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. എങ്ങനെയുള്ളവരെയാ? പറയ്. വിശക്കുന്നവരെ, വിശപ്പുള്ളവരെ, ദാഹമുള്ളവരെ, ആഗ്രഹമുള്ളവരെ സമ്പന്നരാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എനിക്കിത് മതി, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുള്ളൂ, എന്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ പണ്ട് 1985 കിട്ടിയ ഒരു ശൈലിയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ, ഇത് മതി, എന്റെ ഈ കൊച്ചു പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞാൻ ജീവിച്ചോളാം, ഞാൻ ആരെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ, ഞാനൊന്നും ആരുടെ മൂലം ഒന്നും വരുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നാ പോരെന്ന്. വിശപ്പുണ്ടാവണം, ദാഹമുണ്ടാവണം, ആഗ്രഹമുണ്ടാകണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. സങ്കീർത്തനം 107:9 വായിച്ച്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 107 വേഴ്സ് 9. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ. വിശപ്പുള്ളവന്, ദാഹാർത്തന് സംതൃപ്തി. കണ്ടോ? ദാഹമുള്ളവനാണ് കർത്താവ് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു നല്ല വിശപ്പ്.
പരിശുദ്ധാത്മാവിന് വേണ്ടി നല്ല ദാഹം നമ്മൾ ഉണ്ടാവണം. ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 9-ാം വചനം പരിചയമുള്ള വചനാണ്. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 9. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിച്ചെങ്കിലേ പറയൂ, ചോദിച്ചെങ്കിലേ കേട്ടില്ല, ചോദിച്ചെങ്കിലേ നിങ്ങൾക്ക് ലഭിക്കൂ, അന്വേഷിച്ചെങ്കിലേ നിങ്ങൾ കണ്ടെത്തുള്ളൂ, മുട്ടിയെങ്കിലേ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയുള്ളൂ. ഹല്ലേലൂയാ. ചോദിക്കണം. എന്തിനു വേണ്ടി? ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 13-ാം വചനം പറയുന്നില്ലേ, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വിശപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വലതും ഇടതും ഇരിക്കുന്ന സഹോദരങ്ങളോട് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്ക് പറഞ്ഞു കൊടുത്തേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയാ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. നിന്റെ ദാഹം കർത്താവ് തീർക്കും. ആഗ്രഹം ഉണ്ടാവണം, ദാഹം ഉണ്ടാകണം, വിശപ്പുണ്ടാവണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതാ ജീവജലം ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്ന് ലിവിംഗ് വാട്ടർ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഉയർത്തി അൽത്താരയിൽ നോക്കി ഈശോയേ വിളിക്കണം, ദാഹത്തോടെ വിളിക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇക്കാലം അത്രയും ഞങ്ങളെ പരിപാലിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഈ 2025 ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതകളൊന്നുമില്ല. കൂടെയായിരുന്നവർ പലരും മൺമറഞ്ഞു പോയിട്ടുണ്ടാവും. ജീവിതത്തിൽ താളം തെറ്റിപ്പോയിട്ടുണ്ടാവും. പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഇവിടെ എത്തിച്ചല്ലോ. ഓ കർത്താവേ, അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിക്കപ്പെടാനാണല്ലോ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങളുടെ മേൽ അത് വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നെങ്കിലും സാരമില്ല. ദാ ഈ സമയം പരിശുദ്ധാത്മാവ് നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, ദൈവം നിന്റെ ശരീരത്തിൽ ഇടപെടുന്ന സമയമാണ്. വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കണം, ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കണം. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ജീവശ്വാസം വരണ്ട അസ്ഥികളുടെ മേൽ വന്നപ്പോൾ അസ്ഥികൾക്ക് ജീവൻ പ്രാപിച്ചതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തളർന്ന വ്യക്തികൾ,
മനസ്സ് മരവിച്ചവർ, നിരാശയിലും ദുഃഖത്തിലും പെട്ടവർ, ശാരീരിക രോഗപീഠകളുടെ മേൽ വലിയ വിഷമത്തിൽ കഴിയുന്ന ഓരോരുത്തരും ഈ സമയം ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. വരണ്ടുണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകിയതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചേ. ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ, ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ആത്മീയ അഭിഷേകം ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. പുതിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് ചൊരിയട്ടെ. നിന്റെ ശരീരത്തിലെ നിർജീവ കോശങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്റെ ശരീരത്തിലെ രോഗപീഠകരമായ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. നിന്റെ ശ്വാസനിശ്വാസങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. നിന്റെ ശിരസ് മുതലുള്ള കാല് വരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. നിന്റെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ പുതിയ അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. സാധിക്കുന്നവരൊന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ തറയിലൊന്ന് മുട്ടിച്ചു. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ശരീരമായിട്ട് മാറട്ടെ. ഒന്ന് സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ശരീരത്തെ നിയന്ത്രിക്കട്ടെ, മുദ്രിതമാക്കുക. അതിനുശേഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 1 കൊരിന്തോസ് 6:19-20. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നീ നിന്റെ സ്വന്തമല്ല, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. ആകയാൽ നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുവിൻ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശരീരം നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ സഹോദര, സഹോദരി, കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചു. ഇനി നീ ശരീരത്തെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കണ്ട. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുകൊള്ളൂ. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഈ രോഗം നിന്റെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ സമയം നീ വിശ്വസിക്കുക, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ്, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ്. ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര, സഹോദരി, നീ എത്ര വലിയ കഠിനകരമായിട്ടുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ സമയം വിശ്വസിക്കുക, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിനുള്ളതാണ്. ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനുള്ളതാണ് എൻ്റെ ശരീരം. എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ ഇനി പരിശുദ്ധാത്മാവിനുള്ളതാണ്. എൻ്റെ ബുദ്ധി അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. എൻ്റെ കണ്ണുകൾ അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. എൻ്റെ ചെവികൾ അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. എൻ്റെ നാവുകൾ അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. എൻ്റെ കൈകാലുകൾ, ശരീരത്തിൽ ഓരോ അവയവും അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. പരിശുദ്ധാത്മാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേന്ന് വിളിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, 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 ഓ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി